ഹായ് ഗായ്സ്, അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഈ ഒരു കലണ്ടറാണ്. ഇത് ഞാൻ കുറേ കാലമായി പിൻട്രസ്റ്റിൽ സേവ് ചെയ്ത് വെച്ചതാണ്. ചെയ്യണം വിചാരിച്ചിട്ട്. അപ്പോൾ ഇപ്പോഴാണ് സമയം കിട്ടിയത്. അപ്പോൾ നമുക്ക് ഇനി എന്തൊക്കെ സാധനം വേണ്ട നോക്കാം. നമുക്കൊരു കാർഡ്ബോർഡിൻ്റെ ആവശ്യമുണ്ട്, പിന്നെ കട്ട് ചെയ്യാൻ വേണ്ടി നൈഫിൻ്റെ ആവശ്യമുണ്ട്, പിന്നെ 2 മൂടികൾ, കുറച്ച് വലിയ സൈസും ഒരു ചെറിയ സൈസും, പിന്നെ ഒരു കത്രിക വേണം. പിന്നെ നമുക്ക് വേണ്ടത് ക്ലേ ആണ്. നമുക്ക് റൗണ്ട് ആക്കിയെടുക്കാൻ വേണ്ടി അതിൽ കാണുന്ന ആ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന റൗണ്ട് ഉണ്ടല്ലോ, അത് നമുക്ക് ക്ലേ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. പിന്നെ നമുക്ക് ഗ്ലൂ വേണം, പിന്നെ ആക്രലിക് പെയിൻറ്റ്. നമ്മളിപ്പോൾ ചെയ്ത പോലെ ക്ലേ എടുത്ത് നന്നായി പരത്തിയിട്ട് ഏകദേശം ഒരു സൈസാക്കി എടുത്ത് ആ മൂടി വെച്ചിട്ട് നമ്മളിതുപോലെ പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ആ റൗണ്ട് സംഭവമായിട്ട് കിട്ടും. റൗണ്ട് ഷേപ്പിൽ നമുക്കത് കറക്റ്റായിട്ട് കിട്ടും. അതൊന്ന് സൈഡൊക്കെ ഒന്ന് ഫിനിഷ് ചെയ്തെടുക്കണം. പിന്നെ അതിന് ശേഷം നമ്മൾ വലിയ മൂടി വെച്ച് ചെയ്യുന്ന എന്തിനാ വെച്ചാൽ നമ്മുടെ മന്ത് ഉണ്ടല്ലോ, ജനുവരി ഫെബ്രുവരി, ആ മന്ത് കുറച്ച് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വലിയ സൈസിൽ നമ്മൾ ചെയ്തിരിക്കുന്നത്. ആ ചെറുതൊക്കെ നമുക്ക് ഡേയ്സ് 1 2 3 4 എന്ന് പറഞ്ഞിട്ട് ചെയ്യാനും, പിന്നെ ഏത് ഡേ ആണെന്നുള്ളത്, അതായത് മൺഡേ ട്യൂസ്ഡേ വെനസ്ഡേ, ഇതൊക്കെ മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഈ വലുതിൻ്റെ ഇതിൽ റൗണ്ടിൽ ചെയ്തെടുക്കുന്ന റിങ് പോലെ ചെയ്തെടുക്കുന്നത് വെച്ചാൽ നമുക്കിത് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഈ നമ്മൾ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്നതിൽ നമുക്ക് ഓരോ മന്തും ഓരോ ഡേയ്സും ഏത് ഡേ ആണ്, എത്രാമത്തെ ദിവസമാണ് എന്നൊക്കെ നമുക്കത് ഈ റിങ് വെച്ചിട്ട് നമുക്ക് ചെയ്തെടുക്കാം, മാർക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, നമ്മൾ നോർമലായി നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന കലണ്ടർ പോലെയല്ല, നമുക്ക് ഏത് വർഷം വേണമെങ്കിൽ ഇത് ഉപയോഗിക്കാം. കാരണം കോമൺ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. നമ്മൾ അതിൽ ഈ റിങ് വെച്ച് ഓരോ ദിവസവും പോയിൻ്റ് ഔട്ട് ചെയ്യുന്നത് മാത്രം. സോ ഈ ഒരു ടെക്നിക്ക് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. കാരണം ഞാനിത് ഒരുപാട് തവണ ഞാൻ ഇൻട്രസ്റ്റിൽ കണ്ടിട്ട് ചെയ്യണം എന്ന് ആഗ്രഹിച്ച സാധനമാണ്. ഇപ്പോഴാണ് എനിക്കതിനൊരു സമയം കിട്ടിയത്. അപ്പോൾ നമ്മളിത് ചെയ്തെടുക്കുന്നത് വെച്ചാൽ കുറച്ച് വെള്ളം ഉപയോഗിച്ചിട്ട് അതിൻ്റെ സൈഡൊക്കെ ഒന്ന് ഫിനിഷ് ചെയ്തെടുക്കണം. ഞാൻ ഇത് ചെയ്തെടുക്കുമ്പോൾ ഒരു മണ്ടത്തരം പറ്റിയെന്താ വെച്ച് കഴിഞ്ഞാൽ, ഇത് പ്രസ് ചെയ്ത് വെച്ച് അപ്പം തന്നെ ചെയ്തതാണെങ്കിൽ കുറച്ചും കൂടി ഫിനിഷിങ്ങിൽ എനിക്ക് കിട്ടുമായിരുന്നു. പക്ഷേ ഞാനത് ചെയ്തില്ല. ഞാൻ എല്ലാം ചെയ്ത് വെച്ചതിന് ശേഷം മാത്രമാണ് ഇതൊന്ന് കറക്റ്റായിട്ടൊന്ന് ഫിനിഷ് ചെയ്തെടുക്കുന്നത്. കുറച്ചും കൂടി കുറച്ച് വെള്ളം എടുത്ത് വെച്ച് നമുക്കത് ചെയ്യുകയാണെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് സ്മൂത്ത് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ല നൈസായിട്ട് കിട്ടും. ഓക്കെ, അത് അപ്പം ചെയ്തെടുത്ത സമയത്താണെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും. ഇത് ഇത്തിരി ഒരു പൊടിക്ക് ഉണങ്ങിയതിന് ശേഷമാണ് ഞാനിത് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതുപോലെ എല്ലാം അങ്ങനെ ചെയ്തെടുത്ത് നല്ല നൈസായിട്ട് ആക്കി വയ്ക്കാം. ഇതാണ് നിങ്ങൾ ആദ്യം ചെയ്യേണ്ട സ്റ്റെപ്പ് എന്ന് വെച്ചാൽ. ഈ ഒരു ക്ലേ വെച്ചിട്ട് മാത്രം ഇങ്ങനെ ചെയ്യണമെന്നില്ല, കാർഡ്ബോർഡിലും വേണമെങ്കിൽ നമുക്കിത് ചെയ്യാം. പക്ഷേ എനിക്കത് റിസ്ക് എടുക്കാൻ എനിക്ക് വയ്യ. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ മെത്തേഡ് ചെയ്യുന്നത്. ഇനി ഇത് ഞാൻ അറേഞ്ച് ചെയ്ത് കൊടുക്കുകയാണ്. ഏത് രീതിയിൽ വെച്ചാലാണ് ഒന്ന് കറക്റ്റ് ആവും. ഞാൻ എടുത്ത കാർഡ്ബോർഡിൻ്റെ പീസ് അത്ര വലിപ്പമില്ലായിരുന്നു, എന്നാലും കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്തിട്ടൊക്കെ എന്ത് ചെയ്തു, ഇത് കറക്റ്റായിട്ട് ഞാനിപ്പോൾ വീഡിയോ കാണിച്ച പോലെ ഒട്ടിച്ച് കൊടുക്കുക. ഒക്കെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഏത് ടൈപ്പ് ഓഫ് ഗ്ലൂ വേണമെങ്കിലും ഉപയോഗിക്കാം. എൻ്റെ കയ്യിൽ ഈ ടൈപ്പ് ഗ്ലൂ ഉള്ളൂ, അതുകൊണ്ടാണ് ഞാനിത് വെച്ചിട്ട് ചെയ്യുന്നത്. അപ്പോൾ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. പിന്നെ നിങ്ങൾ ചെയ്യണമെന്ന് വെച്ചാൽ, ഞാൻ ഇതിലൊന്ന് വൈറ്റ് കോട്ടിങ് ഫസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതെന്ന് വെച്ചാൽ നമ്മൾ അടിക്കുന്ന ഒരു കളറ് കറക്റ്റായിട്ടൊന്ന് എടുത്ത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് വൈറ്റ് കോട്ടിങ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, പിന്നെ അതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് കളർ വേണമെങ്കിൽ ചെയ്യാം. ഞാനിപ്പോൾ എൻ്റെ കയ്യിലുള്ളൊരു കളർ വെച്ച് അടിച്ചു. പിന്നെ ഈ റിങ്ങിന് നമുക്ക് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പല കളേഴ്സ് ഉപയോഗിക്കാം, അല്ല സെയിം കളേഴ്സ് ഉപയോഗിക്കാം. നിങ്ങളുടെ ഐഡിയ വെച്ചിട്ട് ഈ സൈസ് തന്നെ, ഈ ഷേപ്പിൽ തന്നെ ചെയ്യണമെന്നില്ല. ലവ് ഷേപ്പിൽ, ഏത് സ്റ്റാർ ഷേപ്പിൽ, നിങ്ങൾക്ക് ഏത് സൈസിൽ വേണമെങ്കിൽ ചെയ്തെടുക്കാൻ പറ്റുകയാണെങ്കിൽ അതുപോലെ ചെയ്യാം. പക്ഷേ എനിക്ക് ഈസി ആയിട്ട് തോന്നിയത് റൗണ്ട് ആയതുകൊണ്ട് ഞാൻ റൗണ്ട് ഷേപ്പിൽ ചെയ്തു. അത് കഴിഞ്ഞ് ആ കളറിംഗ് ഒക്കെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യാം, ഓരോ വീക്കും ഓരോ മന്തും ഡേയ്സും ഒക്കെ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുക. പിന്നെ താഴെ ഞാൻ 2025 ചെയ്തിട്ടുണ്ട്, കാരണം നെക്സ്റ്റ് വീഡിയോ 2026 ആണല്ലോ. ചെറിയൊരു മാറ്റം വരുത്തിയാൽ മതി. അപ്പോൾ കണ്ടല്ലോ, ഇതാണ് നമ്മുടെ കലണ്ടറിൻ്റെ ഫൈനൽ ലുക്ക്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ കയ്യിലുള്ള സാധനം വെച്ചിട്ട് ചെയ്ത് നോക്കുക. ഓക്കെ, താങ്ക് യു.